ഉത്തർപ്രദേശിലെ ഒരു പട്ടണമാണ് സംഭൽ. ഡൽഹിയിൽ നിന്ന് നേരെ കിഴക്കോട്ട് വിട്ടാൽ ഒരു 200 കിലോമീറ്റർ കഴിയുമ്പോൾ സംഭലിൽ വലിയൊരു പ്രശ്നമുണ്ടായി. കേരളത്തിലെ മീഡിയ അത് മറച്ചു വെച്ചു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭലിൽ ഒരു ഷാഹി ഈദ്ഗാ മസ്ജിദ് ഉണ്ട്. വലിയൊരു മസ്ജിദാണ്. നമ്മളെ ബാബറി മസ്ജിദ് പോലത്തെ ഒരു മസ്ജിദാണ്. അത്രയും വലിപ്പമുണ്ടോയെന്ന് സംശയം. ഏതായാലും ഇതിനെ ചൊല്ലി ഒരു കേസ് വന്നു. നമ്മളെ വാരാണസി കേസൊക്കെ കൊടുത്ത വിഷ്ണു ശങ്കർ ജെയിൻ എന്ന വക്കീൽ, പരാതിക്കാരി വേറെയാണ്, പക്ഷെ വക്കീൽ വിഷ്ണു ശങ്കർ ജെയിനാണ്. അപ്പോൾ അവിടുത്തെ പ്രാഥമിക കോടതി ഇത് ഒരു സർവേ നടത്താൻ ഉത്തരവിട്ടു. ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്തുക. ഇപ്പോൾ പരാതിക്കാരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1529 ഔറംഗസേബ് പല ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതിൽ ഒന്നാണ് ഈ സംഭലിലെ ക്ഷേത്രം. ഹരിഹർ ക്ഷേത്രം എന്നായിരുന്നു അതിൻ്റെ പേര്. കൽക്കി അവിടെ അവതരിച്ചു എന്നും അവതരിക്കാൻ പോകുന്നുവെന്നും 2 വേർഷനുണ്ട്. ഐതിഹ്യമാണില്ല. ചിലർ പറയുന്നില്ല കൽക്കി ക്ഷേത്രമാണ്, പക്ഷേ ഹരിഹർ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ശിവനും വിഷ്ണുവും ചേർന്ന ഹരിഹർ, അതാണ് ആ ക്ഷേത്രത്തിന് പേര്. അപ്പോൾ ഇതിനടിയിൽ ക്ഷേത്രമുണ്ട്. പ്രാഥമികമായ ഒരു സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടു. നവംബർ 19 സർവേ നടത്തി. നവംബർ 19 നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ 2 കൂട്ടരുടെയും ഉണ്ട് കേട്ടോ. പരാതിക്കാരുടെയും ഉണ്ട്, ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്, 2 പേരുടെയും വക്കീൽമാരുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഏകദേശം സന്ധ്യയായി നിർത്തി. അത് കഴിഞ്ഞ് അവർ കംപ്ലീറ്റ് ചർച്ച ചെയ്ത് റിപ്പോർട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സർവേ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി 24 ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ നവംബറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. 19 ഒരു പ്രശ്നം ഉണ്ടായില്ല, സർവേ കഴിഞ്ഞ്. 24 സർവേ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആൾ കൂടി വൻ ബഹളം തുടങ്ങി. അപ്പോൾ ഈ മസ്ജിദിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക്, ഓട വഴി പുറത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ ആരോ പറഞ്ഞു വരുത്തി, ഇത് വുളു ചെയ്യുന്ന ടാങ്ക് ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ, ആ ടാങ്ക് പൊട്ടിച്ചു, അവിടെ അകത്ത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം. അപ്പോൾ അകത്ത് നിന്ന് ഇവരുടെ ഭാഗത്തെ മുസ്ലിം വക്കീൽ തന്നെ വിളിച്ചു പറഞ്ഞു, ആ ബഹളം ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകണം, ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളിതിനകത്തുകൊണ്ട് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. ആരും കേട്ടില്ല. ആ വഴക്ക് മൂർധന്യത്തിലായി. സംഭവിച്ചത് ശരിയാണ്, കുറച്ച് വെള്ളം ഓടയിലൂടെ ഒഴുകി വന്നിരുന്നു. അത് ഇപ്പോൾ ഉളു ചെയ്യുന്ന ടാങ്ക്, അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ആ വെള്ളം ഒഴുക്കി വിട്ട് അത് കാലിയാക്കിയാലല്ലേ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ മുങ്ങി സർവേ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വെള്ളം ഒഴുക്കി വിടാം. അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും വെള്ളം നിറയ്ക്കും, ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ മുസ്ലിം ഭാഗത്തെ വക്കീൽമാരുടെയും സഹകരണത്തോടെയാണ് ഇത് ചെയ്യുന്നത്. സർവേ ചൊല്ലി ആർക്കും വഴക്കില്ല. പക്ഷേ പുറത്ത് അതിഭീകരമായ ആൾക്കൂട്ടവും കല്ലേറും തുടങ്ങി. പോലീസ് ആവുന്നത്ര നിയന്ത്രിക്കാൻ നോക്കി, ലാത്തി ചാർജ് ചെയ്തു, രക്ഷയില്ല. വെടിവെപ്പിൽ 4 പേര് മരിച്ചു. ആരാരെ വെടിവെച്ചു? നാടൻ തോക്കുകൊണ്ടാണ് വെടിവെച്ചത്, പോലീസല്ല, പോലീസിൻ്റെ റൈഫിളിൽ നിന്ന് പോയ ഉണ്ടയല്ല. 4 പേര് മരിച്ചവരുടെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ ഉണ്ട പരിശോധിച്ചപ്പോൾ നാടൻ തോക്കിലെ ഉണ്ടയാണ്, പോലീസ് ഫയറിംഗ് അല്ല. അതിനിടയ്ക്ക് നമ്മുടെ ഇന്ത്യ മുന്നണി, സമാജ്വാദി പാർട്ടിയൊക്കെ കൂടെ ബഹളം വെച്ചു, മുസ്ലിങ്ങളെ കൊന്നു. പോലീസ് പറഞ്ഞു, ഞങ്ങൾ തോക്ക് ഉപയോഗിച്ചില്ല, ആൾക്കൂട്ടം അന്യോന്യം വെടിവെക്കുകയായിരുന്നു, അതിലാണ് ഈ 4 പേര് മരിച്ചത്, ഞങ്ങൾക്ക് വെടിവെക്കാൻ ഉത്തരവും ഉണ്ടായിരുന്നില്ല. DM അവിടെ തന്നെ ഉണ്ടായിരുന്നു, ജില്ലാ മജിസ്ട്രേറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, SDM അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാരും വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടില്ല. പോലീസ് വെടിവെച്ചതായിട്ട് വീഡിയോ ഇല്ല. പോലീസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ജനക്കൂട്ടം പിരിഞ്ഞു പോകണം, ഇവിടെ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. 2750 പേരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരവധി പേർ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിലുള്ളവരാരും തന്നെ സംബൽപൂരിലുള്ളവരല്ല. അവിടെ നിന്ന് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ദൂരെയുള്ളവരാണ്.
സമ്പലിലുള്ളവർക്ക് ഇതിനെ ചൊല്ലി പരാതിയില്ല. മുസ്ലിങ്ങൾക്ക് സമ്പലിൻ്റെ പ്രത്യേകത 67% മുസ്ലിംസാണ് സമ്പൽ. 67% തിങ്ങി നിറഞ്ഞ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലം. അവിടെ സ്വാഭാവികമായിട്ട് സമാജ്വാദി പാർട്ടിയുടെ ഒരു മുസ്ലിമാണ് MP, MLA മുസ്ലിമാണ്, ഒക്കെ മുസ്ലിമാണ്. പക്ഷേ ഇവരാരും പറഞ്ഞാലും അവിടുത്തെ മുസ്ലിം കേൾക്കുന്നില്ല. ഒടുവിൽ ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു. മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് 2 വിഭാഗമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മുസ്ലിങ്ങൾ ഒരു മോണോലിത്താണ് എന്ന് പലരും വിചാരിക്കുന്നു. അങ്ങനെയല്ല. ഇവിടെ 2 വിഭാഗങ്ങളാണ്. ഒന്ന് തുർക്കി മുസ്ലിങ്ങൾ, വേറൊന്ന് പഠാൻ മുസ്ലിങ്ങൾ. ഒരുപക്ഷെ തങ്ങൾ തുർക്കിയിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിമാനിക്കുന്നവരായിരിക്കാം തുർക്കി മുസ്ലിംസ്. നമ്മുടെ സുൽത്താൻ അസദുദ്ദീൻ ഓവൈസിയിലെ അങ്ങേര് തുർക്കിയിൽ നിന്ന് വന്നവനാണെന്നാണ് അങ്ങേര് പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. തുർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ചരക്കാണ് ഇങ്ങേര് ഓവൈസി. നമ്മളുടെ പാണക്കാട് തങ്ങളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ, അവർ യമനിൽ നിന്ന് വന്നവരാണെന്നാണ് വിശദീകരണം. അവരെ അവകാശപ്പെട്ടിട്ടില്ല, പക്ഷേ അവരെ പറ്റി പറഞ്ഞു കേൾക്കുന്നത് അവർ യമനിൽ നിന്ന് വന്നവരാണ്. ഹൂത്തിയാകാഞ്ഞത് നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഫോറിൻ ഒറിജിനിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് രക്തശുദ്ധിവാദം ഉള്ളവരുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് AD 300 ക്നായിത്തൊമ്മൻ 300 ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്നെന്നും അവരൊക്കെ വിദേശികളായിരുന്നെന്നും അവരുടെ ഡിസെൻഡൻസ് ആണ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രത്യേക സഭ, കത്തോലിക്ക സഭയാണ്, പക്ഷേ അതിനകത്ത് ചെറിയൊരു സഭ വേറെ, ഇങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസുണ്ട്. ഇതുപോലെയുള്ളതാണ് ഈ തുർക്കും പത്താനും. ഈ തുർക്കും പത്താനും തമ്മിലാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. തുർക്ക് പത്താനെ വെടിവെച്ചോ പത്താൻ തുർക്കിനെ വെടിവെച്ചോ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അതിന് വരുമായിരിക്കും. കാരണം ആ ബഹളം തൽക്കാലം ഒന്ന് ശമിച്ചു എന്നുള്ളതല്ലാതെ ആ ഇഷ്യൂ തീർന്നിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാണ്? 4 മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നിടത്ത് 4 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുക, അത് മസ്ജിദിന് കീഴെ ക്ഷേത്രമുണ്ടോ എന്ന് നോക്കുന്ന സർവേയുടെ ഭാഗമായിട്ട് കൊല്ലപ്പെടുക. ഇത്രയും നല്ല കോമ്പിനേഷൻ മലയാള മാധ്യമങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. UP ആണ്, മസ്ജിദും ക്ഷേത്രവുമാണ്, മുസ്ലിങ്ങളാണ്, വെടിവെപ്പാണ്, 4 പേര് മരിക്കുകയും ചെയ്തു. ഇതിൽ നല്ല കോമ്പിനേഷൻ എന്താണെന്ന് വേറെ? വാർത്തയും ഫ്ലാഷും അന്തിച്ചർച്ചയും, വഴിയെ പോയ BJPക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സ്റ്റുഡിയോയ്ക്കകത്തിട്ട് വെട്ടിക്കൊല്ലുക. അവൻ ഞാൻ ചർച്ചയ്ക്കില്ല ചേട്ടാ, ഇല്ല ചേട്ടാ എന്ന്. സാധാരണ ഇതിൽ ഇതുപോലത്തെ കുഴപ്പം വന്നു കഴിയുമ്പോൾ BJPക്കാർ ഓടിക്കളയും. അവർക്കറിയാം അവർ ഇന്ന് വെട്ടിക്കൊല്ലും. ഈ വാർത്ത TV-യിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവർ നാട് വിട്ടുകളയും. വൈകുന്നേരം ചർച്ചയ്ക്ക് വരണമല്ലോ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ കോയമ്പത്തൂരാണ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട്, കാരണം കിടന്നു പൊറുക്കാൻ പറ്റില്ല, അവർക്കറിയാം, വാ തുറക്കാൻ സമ്മതിക്കില്ല. അത് പേടിച്ചിട്ട് ഇതുപോലത്തെ പ്രശ്നം ഉത്തർപ്രദേശിൽ വെടിവെപ്പെന്ന് കേൾക്കുന്ന നിമിഷം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട BJPക്കാർ കോയമ്പത്തൂരേക്ക് പോകും. പോകാത്തവർ കോയമ്പത്തൂരാണെന്ന് നുണയെങ്കിലും പറയും. പ്രാണം പഴിച്ച് പോകണ്ടേ? ഇതാണ് അവസ്ഥ. എന്നിട്ടും മലയാള മാധ്യമങ്ങൾ സമ്പലിലെ വാർത്ത കൊടുത്തില്ല. അതിന് കാര്യം എന്താണെന്നറിയാമോ? ഇത് ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്ന കഥയാണ്. നാടൻ തോക്കുകൊണ്ട് അന്യോന്യം വെടിവെച്ച് 4 പേര് മരിച്ചുപോയ സാധനമാണ്. ആ മുസ്ലിം പക്ഷത്തെ വക്കീലുണ്ടല്ലോ, സർവേയിൽ പങ്കെടുത്ത ആ സാധു ചാനലുകാർക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് സെൽഫ് ഗോൾ അടിച്ച് തെറിച്ചുപോയി. പുള്ളി പറഞ്ഞു, പോലീസ് വെടിവെക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ, എൻ്റെ മുമ്പിൽ വെച്ചാണ് പോലീസ് വെടിവെച്ചത്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അല്ല ചേട്ടനല്ലേ പള്ളിക്കുള്ളിൽ നിന്ന് മൈക്കിൽ അനൗൺസ് ചെയ്തത്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ജനക്കൂട്ടം പിരിഞ്ഞു പോകണം, ഞാനിതിനകത്തുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ചേട്ടനല്ലേ വിളിച്ച് പറഞ്ഞത്? അതെ. അപ്പോൾ ചേട്ടൻ പള്ളിക്കുള്ളിലായിരുന്നല്ലോ? അതെ. അപ്പോൾ പുറത്ത് പോലീസ് വെടിവെക്കുന്നത് ചേട്ടൻ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞതോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാണേണ്ടതാണ് കേട്ടോ. ഒരു സീനിയർ വക്കീൽ മുടിയൊക്കെ നരച്ച് പോകാം. കാരണം പുള്ളിക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല.
വെടിവെച്ചു എന്ന് പറയണമെന്നുണ്ട്. കാരണം പുള്ളിയുടെ ഗ്രൂപ്പ് അപ്പത്തേക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വയ്ക്കുകയോ ഒക്കെ ആയിരിക്കണം. അങ്ങേരും ഒന്നുകിൽ തുർക്ക് അല്ലെങ്കിൽ പത്താൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം വക്കീൽ. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ വിളിച്ചു പറഞ്ഞു. അങ്ങേരുടെ ഇൻ്റർവ്യൂ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം, ഹിന്ദിയിലാണ്. ഇതേ രീതിയിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫയൊക്കെ ചില സിനിമയിൽ പറയുമല്ലോ, അതേ രീതിയിലുള്ള ആ താക്കോൽ കയ്യിലുണ്ടോ? ഇല്ല. നിൻ്റെ കയ്യിലല്ലേ താക്കോലുണ്ട്? അതെ. അതിപ്പോൾ എവിടെയുണ്ട്? അവസാനം അതവിടെ തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ സംസാരിക്കുന്ന ഒരു വക്കീൽ. ഈ അവസ്ഥയാണ് സമ്പലിലുണ്ടായത്. അപ്പോൾ ഇത് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കാണിക്കാൻ മുതലാവില്ല. ഇപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് എണീറ്റ് ഇവരുടെയൊക്കെ മനസ്സിലെന്താണെന്നറിയാമോ? 1991 ആക്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 നരസിംഹറാവു പാസ്സാക്കിയത്. 1947 ഓഗസ്റ്റ് 15 രാമജന്മഭൂമി, അത് ഓൾറെഡി കേസിലുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി. അതൊഴികെ ബാക്കി എല്ലാ റിലീജിയസ് സ്ട്രക്ചറിൻ്റെയും ക്യാരക്ടർ 47 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അതുപോലെ നിലനിർത്തണം. രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഒരു രാമജന്മഭൂമിയും ഹിന്ദുക്കൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു. ഈ ആക്ട് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണു ശങ്കർ ജയൻ മഹാബുദ്ധിമാനാണ്. വിഷ്ണു ശങ്കർ ജയൻ പറഞ്ഞു, ശരി, ക്യാരക്ടർ മാറ്റാൻ പാടില്ല. പക്ഷേ ക്യാരക്ടർ എന്തായിരുന്നു 47 ഓഗസ്റ്റ് 15? അല്ല, അത് മസ്ജിദ് കണ്ടാലറിഞ്ഞൂടെ? കണ്ടാലൊന്നും അങ്ങ് ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ പുറത്തൊരു താഴികക്കുടം പണിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദാകുമോ? അത് ആവില്ലല്ലോ. ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ അതുപോലെ നിലനിർത്തണം എന്നാണ് പറയുന്നത്. ക്യാരക്ടർ എന്താണ് ഒരു ബിൽഡിങ്ങിൻ്റെ? ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രാണപ്രതിഷ്ഠയാണ് അതിൻ്റെ ക്യാരക്ടർ. ഒരിക്കൽ അത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. പിന്നെ മാറ്റണമെങ്കിൽ നമ്മൾ പുനഃപ്രതിഷ്ഠയ്ക്കൊക്കെ ആയി വീണ്ടും ആവാഹിച്ച് ബാലാലയം എന്ന് പറഞ്ഞ് വേറെ പ്രതിഷ്ഠിച്ച് പിന്നെ ഇത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ആവാഹിച്ച് ഇവിടെ കൊണ്ട് വൻ പണിയാണിത് ഹിന്ദുക്കളെ സംബന്ധിച്ചോളം. മുസ്ലിങ്ങൾക്ക് എന്താ? അവർക്ക് ഒരു പ്രാർത്ഥനാ ഹോളാണ്, ഇല്ലേ? അല്ലാതെ മസ്ജിദിനകത്ത് എന്താ ഇരിക്കുന്നത്? സോ വാട്ട് ഈസ് ദ ക്യാരക്ടർ? ക്യാരക്ടർ ആദ്യം തീരുമാനിക്കണം. ഈ തർക്കം വാരാണസി കേസിൽ സുപ്രീം കോടതി വരെ പോയി. നമ്മളുടെ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇവർ പറയുന്നതിനകത്ത് മെറിറ്റുണ്ട്. 47 ഓഗസ്റ്റ് 15 ക്യാരക്ടർ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ എന്താണ് എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു സർവേ നടത്താൻ തടസ്സമൊന്നുമല്ല. ക്യാരക്ടർ മാറ്റണോ വേണ്ടെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ക്യാരക്ടർ എന്താണെന്ന് ആദ്യം തീരുമാനിക്കണ്ടേ, എന്നിട്ട് വേണമല്ലോ മാറ്റണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇവഞ്ച്വലി ക്യാരക്ടർ മാറ്റണ്ട എന്നാണ് ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ മാറ്റണമെന്ന് ഡിസൈഡ് ചെയ്ത് അതിരിക്കട്ടെ. ബേസിക് ഇത് തീരുമാനിക്കണം. വാട്ട് വാസ് ദ ക്യാരക്ടർ ഓർ വാട്ട് ഈസ് ദ ക്യാരക്ടർ? അങ്ങനെയാണ് വാരാണസിയിൽ അത് ആ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലം പ്രത്യേകം കയറ് കെട്ടി തിരിച്ച് അവിടെ ആരും കയറാത്ത രീതിയിൽ സ്റ്റാറ്റസ് കോ കൊടുത്തിട്ടാണ് ധനഞ്ജയ് ചന്ദ്രചൂഡ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ സമ്പലിലെ ഷാഹി മസ്ജിദ് വന്നപ്പോൾ ഇതേ കാര്യമാണ് വിഷ്ണു ശങ്കർ ജയൻ ഉന്നയിച്ചത്. സമ്പലിൽ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഇത് ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റാണ്. ആർക്കിയോളജിക്കൽ സർവേക്ക് 2 തരം ഇതുണ്ട്. ഒന്ന് പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻറ്റ്, വേറൊന്ന് ആർക്കിയോളജിക്കൽ സർവേ തന്നെ നേരിട്ട് അവർ തന്നെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന കെട്ടിടങ്ങൾ. അവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഉണ്ടാകും, ടിക്കറ്റ് ഉണ്ടാകും, അത് ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ താജ്മഹൽ എല്ലാവർക്കും കയറാം, എപ്പോൾ വേണമെങ്കിലും കയറാം. വെള്ളിയാഴ്ച ഒരു നിസ്കാരത്തിന് അവിടെ സൗകര്യം കൊടുക്കുന്നുണ്ട്. അതിന് വലിയ പ്രശ്നമായിട്ട് മാറും കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട. ഏതായാലും എല്ലാവർക്കും കയറാം. നമ്മളും ഒക്കെ കയറി, ഞാനും ഒക്കെ പോയി കണ്ടിട്ടുണ്ട് താജ്മഹൽ. ഷാഹി മസ്ജിദ് അങ്ങനെയല്ല. സമ്പലിലെ മസ്ജിദ് മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അവരുടെ നിസ്കാരം മാത്രം നടക്കും. ഇത് അപ്പം വിഷ്ണു ശങ്കർ ജയൻ പറഞ്ഞു, ഒന്ന്, ഇത് ഹരിഹർ ക്ഷേത്രമായിരുന്നു, അത് പൊളിച്ചിട്ട് കെട്ടിയതാണ്, ക്യാരക്ടർ ഇതിൻ്റെ തീരുമാനിക്കണം. നമ്പർ 2, ആ വാദത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് എന്നുള്ള നിലയ്ക്ക് താജ്മഹൽ പോലെ എല്ലാവർക്കും കയറാൻ അവകാശമുണ്ടാകും. അതിന് വേണമെങ്കിൽ ടിക്കറ്റ് വെച്ചോ, കുഴപ്പമില്ല, എല്ലാവർക്കും കയറാൻ അവകാശമുണ്ട്. ഇത്രയായപ്പോഴാണ് കോടതി പറഞ്ഞത്, ആദ്യമേ ഈ കുന്ത എന്താണെന്നൊന്ന് നോക്കിയിട്ട് വാ. ഒരു കമ്മീഷനെ വെച്ച് സർവേ നടത്തും. ആ സർവേക്കാണ് ഈ 4 കൊലപാതകം.
ഇനിയിപ്പോൾ എത്ര കൊലപാതകം അവിടെ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. വാസ്തവത്തിൽ ഈ കൊലപാതകത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോഴും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആരാണ് ഈ ഔറംഗസീബ്? എന്തിനാണ് അയാൾ കാണിച്ച പോക്കൃത്തരൊക്കെ എടുത്ത് നിങ്ങൾ തലയിൽ വയ്ക്കുന്നത്? നിങ്ങൾക്ക് മസ്ജിദ് എവിടെയും പണിയാവുന്നേ ഉള്ളൂ. മസ്ജിദിനുള്ളിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയൊന്നുമില്ലല്ലോ. ഹിന്ദുക്കൾക്ക് അങ്ങനെ അല്ല. അവർ പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്ഥലം അത് ക്ഷേത്രമാണ്, അവർക്കത് വേണം. ഇത് ഔറംഗസീബ് നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. ഔറംഗസീബിനെ വെള്ള പൂശാനും അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും അയാൾ ഖുറാൻ തർജ്ജമ ചെയ്ത് ജീവിച്ചു ഇതുപോലെയൊക്കെയുള്ള കള്ളക്കഥകളൊക്കെ ആയിട്ടൊന്നും നടക്കരുത്. ഗ്രേസ്ഫുള്ളായിട്ട് ഹിന്ദുക്കൾക്ക് ഇതുപോലത്തെ ഡിസ്പ്യൂട്ടഡ് കെട്ടിടങ്ങൾ വിട്ടുകൊടുക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ള വിവേകം മുസ്ലിങ്ങൾക്കുണ്ടാവട്ടെ. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ വെടിവെച്ച് മരിക്കുന്ന ഒരു സ്ഥിതി വരും. അതിൻ്റെ തുടക്കമാണ് സംഭലിൽ കണ്ടത്. താങ്ക് യു.